നമസ്കാരം, ഞാൻ നജീബ് ഓടതല. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 4 കിലോ മീറ്റിൻ്റെ ചിക്കൻ പുരട്ടിയാണ്. പിന്നെ നമ്മൾ കോഴി മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ 2 കിലോ മേളിലേക്കുള്ള കോഴി ഒരു കാരണവശാലും മേടിക്കരുത്. ഇറച്ചിക്ക് ആരനായിരിക്കും. ഇറച്ചി എപ്പോഴും മേടിക്കുക 2 കിലോ കീഴ്പോട്ടുള്ള കേട്ടോ. എന്നാലേ നമുക്ക് ആ ഇറച്ചി കഴിക്കുമ്പോൾ ഒരു സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ പല്ലിൻ്റെ ഇടയിലേക്ക് കയറി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. 45 ദിവസമാണ് ഇതിൻ്റെ മാക്സിമം പ്രായം എന്ന് പറയുന്നത്. 1 കിലോ, അതായത് ഒരു കോഴി 2 കിലോത്തിൻ്റെ ഒരു കോഴി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/300 മീറ്റ് കിട്ടും. ബാക്കി നമുക്ക് വേസ്റ്റ് പോകും. അപ്പോൾ അതനുസരിച്ച് മീറ്റിൻ്റെ ആ കണക്കും അളവും കാര്യങ്ങളും ഒക്കെ ആ രീതിയിൽ ചെയ്യണം കേട്ടോ. നമ്മൾ ചിക്കൻ പുരട്ടി ഉണ്ടാക്കുന്നത് ചിക്കൻ പൊരിച്ചിട്ടാണ്. പച്ചക്ക ഉണ്ടാക്കാം, ഇത് ചിക്കൻ പൊരിച്ചിട്ടാണ് കേട്ടോ. കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് പൊരിക്കാനായിട്ട് കൂട്ടാനായിട്ടുള്ള പാത്രത്തിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 2.5 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾ കറികൾ ചിക്കൻ പൊരിച്ചാണ് വെക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്ത് ഇടുന്നത് നല്ലതാണ് കേട്ടോ. അത് പൊരിക്കുമ്പോൾ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ ചേരുവകളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവേ. ഞാനിവിടെ ചിക്കൻ പുരട്ടി ഉണ്ടാക്കാനായിട്ട് പച്ച സവാള കുറച്ചും വറുത്ത സവാള കൂട്ടിയുമാണ്. അപ്പോഴാണ് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വറുക്കാനുള്ള സവാള അരിഞ്ഞെടുക്കാവേ. നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന സവാളയാണ് കേട്ടോ. എന്നിട്ടും പിന്നെയും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കഴുകാത്ത സാധനം ഒന്നും ഞാൻ ഉപയോഗിക്കില്ല. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കഴുകുന്ന വീഡിയോ എല്ലാം കഴുകുന്ന വീഡിയോ ഒക്കെ കാണിച്ചു കഴിയുമ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടി പോവും, നിങ്ങൾക്ക് തന്നെ ഒരു വെറുപ്പാവും. അതുകൊണ്ടാണ് കഴുകുന്ന വീഡിയോ ഒന്നും കാണിക്കാത്തത്. നമ്മൾ സവാള വറുക്കാൻ അരിയുമ്പോൾ ഒരേ വലിപ്പത്തിൽ അരിയാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിപ്പോൾ ബിരിയാണിക്കായാലും എന്തിന് വറുത്താലും നമ്മൾ ഒരേ വലിപ്പത്തിൽ അരിയണം കേട്ടോ. അല്ലെങ്കിൽ രണ്ടും 2 വേവായി പോവേ. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ. നമ്മൾ സവാളയും ചിക്കനും ഒക്കെ ഇതിൽ തന്നെയാണ് കേട്ടോ വറുക്കുന്നത്. സവാള ആദ്യം വറുത്ത് മാറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ വറുത്ത് മാറ്റാവേ. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഗ്രേവിയും വാട്ടിയെടുക്കാവേ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. വറുക്കാനുള്ള സവാള ഇട്ട് കൊടുക്കാവേ. സവാള ഇളക്കുന്നത് നമ്മുടെ അന്നാപ്പിക്കയാണ്. നമ്മുടെ സവാള വേവായിട്ടുണ്ട്. നമ്മൾ അത് കോരിയെടുക്കണേ. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് മൂപ്പിക്കുന്നില്ല കേട്ടോ. കോരാവേ. ഗ്രേവിക്കുള്ള സവാള വെട്ടിയെടുക്കുവാണേ. നമ്മളെ സവാള എടുക്കുമ്പോഴേ കറികൾക്ക് എടുക്കുമ്പോൾ നമുക്ക് 1 കിലോ മീറ്റിന് ഹോളല്ല കേട്ടോ. 1 കിലോ മീറ്റിന് നമുക്ക് ഒരു 350 ഗ്രാം സവോളയും നമുക്ക് 50 ഗ്രാം ഉള്ളി, മൊത്തം 400 ഗ്രാം മതി കേട്ടോ. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിടണേ. നമുക്ക് തക്കാളി കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ.
അങ്ങനെ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് എണ്ണ കൂടി നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഗ്രേവിക്ക് കുറച്ച് എണ്ണ മതിയല്ലോ. ആ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി കൂടി വാട്ടുന്നത്. ആദ്യം നമുക്ക് വേപ്പില ഇടാം. എന്നിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ച സവാള, ഇതുകൂടി ഇട്ട് നന്നായിട്ട് വാട്ടാം. അതിൻ്റെ കൂടെ നമുക്ക് കല്ലുപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് വാടട്ടെ കേട്ടോ നമ്മുടെ സവാളയൊക്കെ. സവാളക്ക് ഈ കളർ എന്താണെന്നറിയോ? നമ്മുടെ ചിക്കൻ പൊരിച്ച എണ്ണയായതുകൊണ്ടാണ് കേട്ടോ. സവാള ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കും. ഞാൻ ചെറുതായിട്ടാണ് തക്കാളി അരിഞ്ഞേക്കുന്നത്. നമുക്ക് തക്കാളിയുടെ കഷ്ണമൊന്നും കാണരുത്. ഈ ചിക്കൻ പുരട്ടി എന്ന് പറയുമ്പോൾ ഗ്രേവി കറക്റ്റ് ഗ്രേവി ആയിട്ട് കിടക്കണം. നമ്മൾ ഒരു സാധനവും കടിക്കരുത് കേട്ടോ. തക്കാളിയും അതേപോലെ ഇരിക്കരുത്. നന്നായിട്ട് വെന്തലിയേണ്ട സംഭവമാണ് അതൊക്കെ. സവാള ഏകദേശമൊക്കെ വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചീരയും പുതിനയും കൂടെ അരിഞ്ഞിടാം കേട്ടോ. സവാള വാടി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ സവോള വറുത്തത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാവേ. നമുക്ക് അതിൻ്റെ കൂടെ ഒരു വലിയ നാരങ്ങ പിഴിഞ്ഞ് നീര് ചേർക്കാവേ. കുരു കളഞ്ഞിട്ട്. അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അതുകൂടി ചേർത്ത് കൊടുക്കാവേ. കട്ടയുണ്ടാവും, ഉതിർത്തി കൊടുക്കണേ. വെള്ളം തൊടിക്കാത്തത് കൊണ്ട് കട്ടയുണ്ടാവും. അതിലൂടെ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പുരട്ട് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ പല രീതിയിലും പുരട്ടാം. ഇത് ഒരു വേറെ ഒരു രീതിയിലുള്ള പുരട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ ഫുഡ് സെർവ് ചെയ്യാനാണ് നമ്മുടെ ഉമ്മയുടെ ഫ്രണ്ട്സിനൊക്കെയാണ് കൊടുക്കുന്നത്. അവരുടെ അഭിപ്രായം പറയും. നമ്മൾ പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ്. നമ്മൾ കറി ഇവിടെ ഉണ്ടല്ലോ, പിന്നെ പൊറോട്ട കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു. ഇതെൻ്റെ ഉമ്മയാണ്. ഉമ്മയുടെ ഫ്രണ്ട്സാണ് ഇരിക്കുന്നത്. അവർക്കാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം ഒന്ന് പറയാമോ? ആ ഓക്കെ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കട്ടെ.
അങ്ങനെ നമ്മുടെ ചിക്കൻ പുരട്ടീൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.